നൈറ്റൊന്നും കരുതിയിട്ടില്ലല്ലോ. ആരും ഉറങ്ങിയില്ലേ? എന്താ അച്ഛാ, എന്നെയും കാത്തിരുന്നാണോ? ആ, ഞാനിന്ന് ഈ കണ്ടീഷനിലാവാൻ വരിക എന്ന് അറിയാമായിരുന്നു അല്ലേ? അല്ല, എവിടെ ശ്രീമതി പത്മാ മേഡത്തിനെ കാണുന്നില്ലല്ലോ. ഓ, ആഘോഷമായിരിക്കും, സ്വന്തം കുടുംബത്തിനെ ചതിച്ചതിന്റെ ആഘോഷം. നടക്കട്ടെ. ഞാൻ എന്റെ സൈനിങ് പവർ നന്ദിനിക്ക് കൊടുത്തു. എന്റെ വലത് കൈക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ ഉത്തരവാദിത്തങ്ങൾ ഭാര്യയെ ഏൽപ്പിച്ചു. പക്ഷേ നമ്മുടെ കുടുംബത്തിന്റെ പുറത്തുള്ള ഒരാൾക്ക് ഇത്രയും പവർഫുള്ളായ നമ്മുടെ കമ്പനിയുടെ സൈനിങ് പവർ എഴുതി കൊടുത്തതില് അച്ഛന് വിഷമവും ഇല്ലേ? ആത്മാർത്ഥമായിട്ട് അച്ഛൻ എന്നോട് തുറന്നു പറ, അച്ഛന് വിഷമമില്ലേ? സൂര്യ, ഇല്ലേ? നിന്റെ കണ്ടീഷൻ ശരിയല്ല, നീ പോയി കിടക്കാൻ നോക്ക്. അച്ഛാ, മദ്യത്തിന്റെ അളവാണ് പ്രശ്നമെങ്കിൽ ഞാനിപ്പോ നോർമലാ. എന്ത് കണ്ടാലും കേട്ടാലും മനസ്സിലാവുന്ന അവസ്ഥയിലുവാ. എന്റെ ചോദ്യത്തിന് അച്ഛൻ ഉത്തരം പറ. മിത്രയ്ക്ക് അമ്മ സൈനിങ് പവർ കൊടുത്തതിൽ അച്ഛന് വിഷമമുണ്ടോ ഇല്ലയോ? ഉത്തരം ഞാൻ പറഞ്ഞാ മതിയോടാ? ഓ നിന്റെ അച്ഛന് യാതൊരു വിഷമവും ഇല്ല. കാരണം വിഷമിച്ചിട്ട് കാര്യമില്ലെന്ന് ഈ മനുഷ്യന് നന്നായിട്ട് അറിയാം. ഇത് പത്മയുടെ മാത്രം തീരുമാനം, മാറ്റമില്ലാത്ത തീരുമാനം. ഇന്ന് നീ കുടിച്ചിരിക്കുന്നതേ പ്രതീക്ഷിക്കാതെ അടികിട്ടിയതിന്റെ ക്ഷീണത്തിലാണെന്നറിയാം. എടാ, നീ മിടുക്കനാണെന്ന് സ്വയം വിശ്വസിക്കുമ്പോ മറ്റൊന്നിന്റെ കണക്ക് കൂട്ടാൻ നീ മറന്നുപോയി. എടാ, നിന്നെ പ്രസവിച്ചവൾ നിന്നെക്കാൾ കൂടുതൽ ഓണം ഉണ്ടവളാണെന്ന്. നമ്മുടെ കമ്പനിയുടെ ബിസിനസ്സില് പുതിയ ടെക്നിക്സുകളൊക്കെ നീ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ അടക്കം നിന്ന് കൈയടിച്ചിട്ടുമുണ്ട്. പക്ഷെ അന്ന് അത് അപ്ലൈ ചെയ്യാൻ നീ കൊണ്ടുവരുമ്പോ അവിടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, മറ്റ് കമ്പനികളെക്കാൾ തല ഉയർത്തി നിൽക്കുന്ന ഒരു കമ്പനി. അതുണ്ടാക്കിയവളുടെ പേരാടാ ഈ പത്മ. അതുകൊണ്ട് അമ്മയെ തോൽപ്പിക്കാനുള്ള ധാരണ മകൻ അങ്ങ് മാറ്റി വച്ചേക്ക്. മകൻ എന്ന വാത്സല്യം മനസ്സിൽ വെച്ച് നിൽക്കുമ്പോ നിനക്ക് എന്നെ തടയാൻ പറ്റും. പക്ഷെ പത്മയാണെന്ന് കരുതി നിൽക്കുമ്പോ തൊടില്ല നീ എന്നെ. പത്മ, എന്താ ഇത്? മിണ്ടരുത് നിങ്ങള്. ഇവൻ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾക്കും മൗനം പാലിച്ച നിങ്ങൾ ഇവൻ ചെയ്യുന്ന ഒരു കാര്യത്തിനും മിണ്ടിയില്ലല്ലോ. ഇപ്പൊ പത്മ ചെയ്യുന്ന കാര്യത്തിന് മാത്രം എന്തിനെങ്ങനെ നാവ് പൊങ്ങുന്നേ? നിങ്ങളുടെ നാവേ തളർന്ന് എന്നെ അങ്ങോട്ട് കിടക്കട്ടെ. എന്താടാ, നിനക്കൊന്നും പറയാനില്ലേ? തോൽവി നീ സമ്മതിച്ചോ ഈ പത്മയുടെ മുന്നില്? അതിന് ഞാൻ ചാകണം കേട്ടാ. നാളെ നിങ്ങളെ കെട്ടി എഴുന്നള്ളിച്ച് കമ്പനി കസേരയിൽ ഒരു തീരുത്താൻ പോവല്ലേ? മിത്ര, പഴയ മന്ത്രി വിശ്വനാഥന്റെ മകള്. ഇപ്പോഴും ഈ വീടിന്റെ മരുമകൾ അവൻ മോഹിച്ചു നടക്കുന്ന വിവരം കേട്ടോളൂ. നാളത്തെ ഒരു ദിവസം അവള് കമ്പനിയിൽ പൂർത്തിയാക്കിയാൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ മുട്ടുകാലിൽ ഇഴഞ്ഞു വരാം, എന്നിട്ട് മാപ്പ് പറയാം. ഓർത്തോ, നാളത്തെ ഒരു സിംഗിൾ ഡേ അവളെ കമ്പനിയിൽ നിൽക്കില്ല. ഈ സൂര്യ പറയണേ.